BJP നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയതും CPM നേതാവ് സഖാവ് EP ജയരാജൻ വെളിപ്പെടുത്താതിരുന്നതുമായ വിവരങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? CPMൻ്റെ മുതിർന്ന നേതാവ് EP ജയരാജൻ BJPയിൽ ചേരുന്നതിനായി രഹസ്യ ചർച്ചകൾ നടത്തി എന്നാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത്. എന്നാൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ അനവസരത്തിലായിരുന്നു എന്നും കേന്ദ്ര നേതൃത്വത്തോടോ സംസ്ഥാന നേതൃത്വത്തോടോ ആലോചിക്കാതെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയതെന്നും ആ നടപടി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുമെന്നും സംസ്ഥാന തലത്തിൽ പല നേതാക്കളും രഹസ്യമായി അഭിപ്രായപ്പെട്ടു തുടങ്ങി. ഇത് സംബന്ധിച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമാരിലൊരാളായ ശ്രീ P. രഘുനാഥ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. BJP പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജിയുടെ ഭരണ പുരോഗതിയിലും ഈ നാട്ടിലെ ത്യാഗസന്നദ്ധരായ BJP പ്രവർത്തകരുടെ ശക്തിയിലും അനുദിനം വളർന്നു വരുന്ന ഒരു പാർട്ടിയാണെന്നും അതിനാളെ ചേർക്കുന്നതിന് വേണ്ടി ഇടനിലക്കാരെ നിയമിക്കേണ്ട ഗതികേട് പാർട്ടിക്കുണ്ടായിട്ടില്ല എന്നും ശ്രീ P. രഘുനാഥ് വെളിപ്പെടുത്തി കഴിഞ്ഞു. സ്വന്തം പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടിയാണോ തൻ്റെ നേട്ടത്തിന് വേണ്ടിയാണോ ശോഭാ സുരേന്ദ്രൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മഹാ അപരാധമായി ആരും തന്നെ കണക്കാക്കുന്നില്ല. എന്നാൽ അത് അനവസരത്തിലായിപ്പോയി എന്ന് BJP തന്നെ പരക്കെ അഭിപ്രായമുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് ചേരണം എന്ന് ആഗ്രഹമുള്ള നേതാക്കന്മാരുടെ മനോധൈര്യം കെടുത്തുന്നതായിപ്പോയി ശോഭാ സുരേന്ദ്രൻ്റെ പ്രസ്താവന എന്നാണ് അവർ പറയുന്നത്. ഇത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നത് അല്ല. ഒരു രാഷ്ട്രീയ നേതാവ് താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനെ മറന്നുകൊണ്ട് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി സ്വന്തം കാര്യം നോക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് പാർട്ടിയെ അപകടത്തിലാകും. ശ്രീ പ്രകാശ് ജാവദേക്കർ BJPയുടെ കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള നേതാവാണ്. അദ്ദേഹമാണ് ശ്രീ TG നന്ദകുമാർ എന്ന് പറയുന്ന ഇടനിലക്കാരനുമായി EP ജയരാജനെ സന്ദർശിച്ചത് എന്ന് പറയുന്നു. അത്ര ഇടനിലക്കാരെ വെച്ച് പാർട്ടിയിൽ ആളെ ചേർക്കേണ്ട ആവശ്യം പാർട്ടിക്കുണ്ടായിട്ടില്ല എന്നാണ് BJP നേതാക്കളുടെ അഭിപ്രായം. ശോഭാ സുരേന്ദ്രൻ തൻ്റെ പ്രസ്താവന നടത്തുന്നതിന് ഏതാനും ദിവസം മുമ്പ് TG നന്ദകുമാർ രാഷ്ട്രീയ ഇടനിലക്കാരൻ ശോഭാ സുരേന്ദ്രനെതിരെ 10 ലക്ഷം രൂപയുടെ ഭൂമി ഇടപാട് സംബന്ധിച്ച ഒരു ആരോപണം ഉയർത്തിയിരുന്നു. ഈ TG നന്ദകുമാർ പത്തനംതിട്ട BJP സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആൻ്റണിക്കെതിരെയും ആരോപണം ഉന്നയിച്ചു. അതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രൻ EP ജയരാജനെതിരെയുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ശ്രീ പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിലാണ് BJPയിലേക്ക് കോൺഗ്രസിൻ്റെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെ റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. എന്തു തന്നെ ആയാലും ശോഭാ സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയോടുകൂടി അവരവകാശപ്പെടുന്നത് പോലെ CPMൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ കേരളത്തിൽ ഇനി പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്.
ശ്രീ പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്ന സന്ദർഭത്തിൽ തൃശ്ശൂരിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിക്ക് CPMൻ്റെ പിന്തുണ അദ്ദേഹം EP ജയരാജനോട് അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത്. EP ജയരാജനെ കണ്ട അവസരത്തിൽ പ്രകാശ് ജാവ്ദേക്കർ CPMൻ്റെ സഹായം BJPക്ക് വേണ്ടി ആദ്യം അഭ്യർത്ഥിച്ചു എന്നും അതിനുശേഷം 3 കേസുകളിൽ BJP സഹായ വാഗ്ദാനം നൽകിയെന്നുമാണ് EP ജയരാജനെ കണ്ട TG നന്ദകുമാർ അഭിപ്രായപ്പെടുന്നത്. SNC ലാവലിൻ കേസ്, കരുവന്നൂർ സഹകരണ ബാങ്ക് കേസ്, കണ്ണൂരിലെ വൈദേകം ആയുർവേദ റിസോർട്ട് സംബന്ധിച്ച കേസ് എന്നീ 3 കേസുകളിലാണ് പ്രകാശ് ജാവ്ദേക്കർ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയത്. SNC ലാവലിൻ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസാണ്. മറ്റു 2 കേസുകൾ കരുവന്നൂർ സഹകരണ ബാങ്ക് കേസും വൈദേകം റിസോർട്ട് കേസും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചു വരുന്നു. SNC ലാവലിൻ കേസുമായും കരുവന്നൂർ സഹകരണ ബാങ്ക് കേസുമായും സഖാവ് EP ജയരാജന് നേരിട്ടോ അല്ലാതെയോ യാതൊരു ബന്ധവുമില്ല. എന്നാൽ വൈദേകം ടൂറിസ്റ്റ് റിസോർട്ട് സംബന്ധമായ കേസിൽ സഖാവ് EP ജയരാജൻ്റെ ഭാര്യ PK ശ്യാമള, അദ്ദേഹത്തിൻ്റെ മകൻ PK ജെയ്സൺ എന്നിവർ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ. ശ്രീമതി PK ശ്യാമളയ്ക്ക് വൈദേകം ടൂറിസ്റ്റ് റിസോർട്ട് കമ്പനിയിൽ 80 ലക്ഷം രൂപയുടെ ഓഹരികൾ ഉണ്ടോ എന്നും സഖാവ് EP ജയരാജൻ്റെ മകൻ ശ്രീ PK ജെയ്സണ് 10 ലക്ഷം രൂപയുടെ ഓഹരികൾ ഉണ്ട് എന്നും പറയപ്പെടുന്നു. എന്നാൽ വിവാദമായതിനെ തുടർന്ന് ഈ ഓഹരികൾ അവർ കൈയഴിഞ്ഞു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് സഖാവ് EP ജയരാജനാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി മാമ്പ്രം ദിവാകരൻ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ റിസോർട്ടിൻ്റെ നടത്തിപ്പ് ചുമതല തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നത് 5/3/2023 ഇപ്പോൾ 1 വർഷം പിന്നിടുന്നു. ശ്രീ പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ്റെ മകൻ്റെ വീട്ടിലെത്തി EP ജയരാജനെ നേരിട്ട് കണ്ടിട്ട് പാർട്ടിക്ക് സഹായം ലഭിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥന നടത്തുകയും തുടർന്ന് കേസുകളിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിംഗാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വതന്ത്ര ഏജൻസിയാണ്. കോടതിയിൽ കിടക്കുന്ന ഒരു കേസിൽ സഹായിക്കാം എന്ന് പറയുന്നത് ജുഡീഷ്യറിക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്. അത്തരം നടപടികളിലൂടെ ഒരു രാഷ്ട്രീയ നേതാവിനെ സമീപിച്ച് ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം നടത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല. അത് രാഷ്ട്രീയമായി അധാർമികവുമാണ്. വൈദേകം ടൂറിസ്റ്റ് റിസോർട്ട് സംബന്ധിച്ച് പത്രങ്ങളിൽ ആദ്യം വന്ന വാർത്ത ഈ ടൂറിസ്റ്റ് റിസോർട്ട് നിൽക്കുന്ന സ്ഥലം ഒരു കുന്നിൻ പ്രദേശമായിരുന്നുവെന്നും ആ കുന്ന് ഇടിച്ചു നിരത്തി എന്നും ആരോപിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ കളക്ടർക്ക് ഒരു പരാതി നൽകുന്നതോടുകൂടിയാണ്. കളക്ടർ ഈ പരാതി പരിശോധിച്ചു വരവേ ആന്തൂർ നഗരസഭ ഈ റിസോർട്ടിന് അനുമതി നൽകി. ആന്തൂർ മുനിസിപ്പാലിറ്റിയെ നമുക്ക് നേരത്തെ അറിയാം. വിദേശ മലയാളിയായ ശ്രീ PK സാജൻ പാറയിൽ തൻ്റെ ജീവിതകാല സമ്പാദ്യമായിരുന്ന 15 കോടി രൂപ മുടക്കി ഒരു കൺവെൻഷൻ സെൻറ്റർ നിർമ്മിക്കുകയും ആ കൺവെൻഷൻ സെൻറ്ററിന് ലൈസൻസ് ലഭിക്കുന്നതിനായി ആന്തൂർ മുനിസിപ്പാലിറ്റിയെ സമീപിക്കുകയും എന്നാൽ ആന്തൂർ മുനിസിപ്പാലിറ്റി യഥാസമയം
ലൈസൻസ് നൽകാതിരുന്നതിൽ മനംനൊന്ത് അദ്ദേഹം ആത്മഹത്യയും ചെയ്തത് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. അക്കാലത്ത് ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ നമ്മുടെ സഖാവ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായിരുന്നു. അതേ മുനിസിപ്പാലിറ്റിയാണ് വൈദേകം ആയുർവേദ റിസോർട്ടിന് ലൈസൻസ് നൽകിയത്. എന്തു തന്നെയായാലും രാഷ്ട്രീയത്തിലെ ധാർമ്മികത ഇവരുടെ പ്രവൃത്തികളിൽ ഒന്നും തന്നെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക സാധ്യമല്ല. ഈ പാപഭാരം മുഴുവൻ ടി.ജി. നന്ദകുമാർ എന്ന ഇടനിലക്കാരൻ്റെ തലയിൽ കെട്ടിവെക്കുവാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. രാഷ്ട്രീയ ദല്ലാളന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരെ നിലയ്ക്കു നിർത്തുക എന്നുള്ളത്, അവരുമായി ഇടപെടുന്നതിൽ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ധാർമ്മികതയാണ്. ടി.ജി. നന്ദകുമാർ വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. വി.എസ്. അച്യുതാനന്ദന് വേണ്ടി ഡൽഹിയിൽ കേസുകൾ നടത്തുന്നത് ടി.ജി. നന്ദകുമാർ ആണ് എന്ന് അക്കാലത്ത് ആരോപണമുണ്ടായിരുന്നു. അപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ശ്രീ ഗൗതം അദാനി വി.എസ്. അച്യുതാനന്ദനെ കാണുന്നതിനായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വന്നപ്പോൾ ഗൗതം അദാനിയുടെ വിമാനത്തിൽ ശ്രീ ടി.ജി. നന്ദകുമാറും ഉണ്ടായിരുന്നു. വി.എസ്. അച്യുതാനന്ദനും അദാനിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ടി.ജി. നന്ദകുമാർ പങ്കെടുത്തു. അതിനുശേഷം സോളാർ കേസിൽ സോളാർ കഥാനായികയുടെ ഒരു കത്ത് സംബന്ധിച്ച വിവാദത്തിലും ടി.ജി. നന്ദകുമാറിൻ്റെ പേര് ഉയർന്നു കേട്ടു. 1 കൊല്ലം മുൻപ് നടന്നു എന്ന് പറയുന്ന പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ഇ.പി. ജയരാജനെ പോലെ തലമുതിർന്ന ഒരു നേതാവ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്.